എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നത് ചൂതുകളിയുടെ സന്ദർഭമാണ്. ദ്രൗപദി ദേവി പണയവസ്തുവായി ദാസ്യം വരികയും ദുശാസനൻ ദുര്യോധനൻ്റെ ആജ്ഞയനുസരിച്ച് അന്തഃപുരത്തിലിരിക്കുന്ന രജസ്വലയായ ഏകവസ്ത്രയായ പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ തനിക്ക് ദാസ്യം വന്നിട്ടുണ്ടോ എന്ന കാര്യം പാഞ്ചാലി കൗരവസഭയിലുള്ള വൃദ്ധരും മുതിർന്നവരുമായ അല്ലെങ്കിൽ പണ്ഡിതന്മാരുമായ ആളുകളോട് ഉറക്കെ ചോദിച്ചു. അതിന് മറുപടി പറയാൻ ഭീഷ്മൻ മുതലായിട്ടുള്ള ആളുകൾക്കും വേണ്ടതുപോലെ സാധിച്ചില്ല. പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞു, ഇതിൽ യുധിഷ്ഠിരൻ കുറ്റക്കാരനല്ല. അദ്ദേഹത്തെ ബലമായി അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് കളിയിലേക്ക് വലിച്ചിഴക്കുകയും തോറ്റതിന് ശേഷം, ദാസനായതിനു ശേഷം, അടിമത്തം വന്നതിന് ശേഷം ഭാര്യയെ പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ശകുനി ചെയ്തത് എല്ലാ തരത്തിലും കുറ്റമാണ് എന്ന കാര്യത്തിൽ ഭീഷ്മപിതാമഹന് യാതൊരു സംശയവും ഇല്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പാഞ്ചാലിയുടെ ദാസ്യം ഇല്ലാതാകുമോ? ആ കാര്യം യുധിഷ്ഠിരൻ കൂടി സമ്മതിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യം. ഇത് കേട്ട് ദ്രൗപദി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഈ രാജാവ്, യുധിഷ്ഠിര മഹാരാജാവ് കളി അറിയാത്തവനാണ്, കളിയിൽ പരിശീലനം കിട്ടാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കൗശലക്കാരായിട്ടുള്ള ഈ കള്ളക്കളി നടത്തി പരിചയമുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് ഇതിൽ കൊണ്ടുവന്ന് വീഴ്ത്തുകയായിരുന്നു. അങ്ങനെ ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയ ഈ ഒരു നിസൃഷ്ട കാമത്വം അത് ധാർമ്മികമാണോ? അത് അംഗീകരിക്കാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളൊന്നും മറുപടി പറയാത്തത് എന്ന് വീണ്ടും പാഞ്ചാലി ചോദിച്ചു. അതോടൊപ്പം ആ സഭയെക്കുറിച്ച് പറഞ്ഞു, നസാ സഭ എത്ര ന സന്ധ്യ വൃദ്ധാഹ നതേ വൃദ്ധ ഏന വദന്തി ധർമ്മം നാസോ ധർമ്മോ എത്ര സത്യമസ്തി അതത് സത്യം യച്ഛലേനാനുവിദ്ധം. ഈ ശ്ലോകം പ്രക്ഷിപ്തമായിട്ട് പറയപ്പെടുന്നുണ്ട്. കാരണം ഇത് വാൽമീകി രാമായണത്തിൽ ശ്രീരാമനും ഇതേ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. വൃദ്ധന്മാരില്ലാത്ത ഇടം സഭയല്ല, ധർമ്മം പറയാത്ത ആളുകൾ വൃദ്ധന്മാരല്ല, സത്യമല്ലാത്ത വാക്കുകളൊന്നും ധർമ്മവുമല്ല, ഛലം കൊണ്ട്, അതായത് ചതിയിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഒന്നും തന്നെ സത്യവുമല്ല എന്നുള്ള കാര്യം അവിടെ ദ്രൗപദി ഉദ്ധരിക്കുന്നു, ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ധരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദീനമായി കരയുന്ന പാഞ്ചാലിയെ ദുശാസനൻ വീണ്ടും അധിക്ഷേപ വാക്കുകളെ കൊണ്ട് വീണ്ടും വേദനിപ്പിക്കുകയാണ്. ഉത്തരീയം അഴിഞ്ഞു വീഴുന്നു, രജസ്വലയായിട്ടുള്ള പാഞ്ചാലിയുടെ വസ്ത്രം അഴിഞ്ഞു വീഴുന്നു. അങ്ങനെ വലിച്ചിഴക്കപ്പെടുന്ന ആ ദ്രൗപദിയെ കണ്ടിട്ട് ഭീമസേനൻ, വൃകോദരൻ അത്യധികമായ ക്രോധത്തോടു കൂടി തൻ്റെ ജ്യേഷ്ഠനോട്, യുധിഷ്ഠിരനോട് പറയുകയാണ്, ഹേ യുധിഷ്ഠിര, ചൂതുകളിക്കാരുടെ വീടുകളിൽ ധാരാളം ബന്ധകിമാരുണ്ടായിരിക്കും, കുലടകളായ പെണ്ണുങ്ങൾ ധാരാളം അവരുടെ അധീനതയിലുണ്ടായിരിക്കും. എന്നാൽ ആ ചൂതാട്ടക്കാർ പോലും തങ്ങളുടെ അധീനതയിലുള്ള ആ പെണ്ണുങ്ങളെ പണയം വെച്ച് കളിക്കാറില്ല, അവരോട് ദയ കാണിക്കാറുണ്ട്. പക്ഷെ അങ്ങ് ഈ ദ്രൗപദിയോട് ദയ കാണിച്ചില്ല. നമുക്കെല്ലാം നഷ്ടമായി. കാശിരാജാവ് തന്ന വിലപ്പെട്ട ധനം, അതുപോലെ മറ്റ് രാജാക്കന്മാർ ഉപഹാരമായിട്ട് നൽകിയിട്ടുള്ള വലിയ വിലപിടിച്ച വസ്തുക്കൾ, നമ്മുടെ രാജ്യം, നമ്മുടെ ഭൂമി, നമ്മുടെ ആഭരണങ്ങൾ, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ഞങ്ങളെയും നഷ്ടപ്പെടുത്തി, അങ്ങ് തന്നെത്താനും പണയം വെച്ച് നഷ്ടപ്പെടുത്തി. അതിലൊന്നും എനിക്ക് അങ്ങയോട് ക്രോധം തോന്നുന്നില്ല. പക്ഷേ ഈ ദ്രൗപദി എന്ന ഈ രാജകുമാരി, അവൾ ഇത് അർഹിക്കുന്നവളല്ല. അവളെ ദുഷ്ടന്മാരായ ഈ കൗരവന്മാർ ഇതാ വലിച്ചിഴക്കുന്നത്, അവരുടെ ക്രൂരകർമ്മങ്ങൾ അങ്ങ് കാണുന്നില്ലേ? ഇതൊന്നും തന്നെ അവൾ അർഹിക്കുന്നതല്ല. ഇതിനൊക്കെ കാരണക്കാരൻ അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഈ 2 കൈകളും ഞാനിപ്പോൾ കത്തിച്ച് കളയാൻ പോവുകയാണ്. സഹദേവ, നീ ചെന്ന് അഗ്നി കൊണ്ടുവരൂ എന്ന് ഭീമൻ അപാരമായ ക്രോധത്തോടുകൂടി തൻ്റെ ജ്യേഷ്ഠനെതിരായിട്ട് സംസാരിക്കുകയാണ്. സ്വന്തം ജ്യേഷ്ഠൻ്റെ കൈകൾ കത്തിച്ച് കളയുമെന്ന് പറയുകയാണ്. ധാർമ്മിക രോഷം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത് കേട്ട് ശാന്തശീലനായ അർജുനൻ പറഞ്ഞു, ഹേ ഭീമസേന, അങ്ങ് എന്താണ് മുമ്പില്ലാത്ത വണ്ണം ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് അങ്ങയുടെ സ്വഭാവമല്ലല്ലോ. ദുഷ്ടരായ ശത്രുക്കൾ അങ്ങയുടെ ധർമ്മബോധത്തെയും ധർമ്മഗൗരവത്തെയും നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങ് ശത്രുക്കളുടെ ആഗ്രഹം, നമ്മൾ തമ്മിലടിക്കണമെന്നുള്ള ശത്രുവിൻ്റെ ആഗ്രഹമാണോ അങ്ങ് നടപ്പിലാക്കുന്നത്? നമ്മുടെ ധർമ്മിഷ്ഠനായും ജ്യേഷ്ഠനുമായിട്ടുള്ള നമ്മുടെ ഭ്രാതാവിനെ നമുക്ക് അനുവർത്തിക്കാൻ, നമുക്ക് അതിക്രമിക്കാൻ സാധിക്കുമോ? അത് ശരിയാണ്. അദ്ദേഹത്തെ ഈ ചൂതുകളിക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. അത് ക്ഷാത്രവ്രതം അനുസരിച്ചിട്ടാണ്, ക്ഷത്രിയധർമ്മം തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് നമ്മുടെയും കീർത്തി വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ. പിന്നെ എന്താണ് അങ്ങ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, ധനഞ്ജയ, എനിക്കിതെല്ലാം അറിയാം. ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കൈകളിപ്പോൾ കത്തിച്ച് ചാമ്പലാക്കി കളയാത്തത് എന്ന് പറഞ്ഞ് ഭീമൻ ആ ഘോരഗർത്തത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറി. പാണ്ഡവന്മാരുടെ ഈ ഒരു ദീനമായ അവസ്ഥയും ദുഃഖവും പാഞ്ചാലി വലിച്ചിഴക്കപ്പെടുന്നതും കണ്ടിട്ട് ദുര്യോധനൻ്റെ സഹോദരനായ വികർണൻ എന്ന് പറയുന്ന അല്പം ധർമ്മബോധമുള്ള ആ കൗരവൻ എന്നിട്ട് പറഞ്ഞു, യാജ്ഞസേനി
ഈ ദ്രൗപദി പറഞ്ഞ കാര്യം, ചോദിച്ച കാര്യങ്ങൾക്ക് അല്ലയോ രാജാക്കന്മാരെ, നിങ്ങൾ ആരെങ്കിലും മറുപടി പറയൂ. അവിവേകപൂർണമായി വാക്യം പറയുന്ന ആളുകൾ ഉടൻ തന്നെ നരകത്തിൽ വീഴുകയാണ് ചെയ്യുക. ഇവിടെ കുരുവൃദ്ധന്മാരായ ധൃതരാഷ്ട്രരും ഭീഷ്മരും അതുപോലെ വിതുരരും ചേർന്ന് ആലോചിച്ച് ചെറിയ തോതിലെങ്കിലും ഒരു ഉത്തരം അതിന് കൊടുക്കൂ. ഇവിടെ ബ്രാഹ്മണരായിട്ടുള്ള ദ്രോണരും കൃപരുമുണ്ട്. അവരെങ്കിലും ഇതിന് മറുപടി പറയൂ. പലയിടത്തു നിന്നും വന്ന രാജാക്കന്മാർ ഇവിടെയുണ്ട്. അവർ കാമവും ക്രോധവും വിട്ട് ദ്രൗപദിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാണ്. ശുഭയായ കല്യാണകാരിയായിട്ടുള്ള ഈ പാഞ്ചാലി പറഞ്ഞ കാര്യം ചിന്തിച്ച് വിമർശിച്ച് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയുക, ഏതേത് പക്ഷത്ത് ആരാര് നിൽക്കുന്നു എന്ന കാര്യം പറയുക എന്ന് വികർണൻ സുധീരമായിട്ട് അവിടെ വെച്ച് അഭിപ്രായം പറഞ്ഞു. പക്ഷേ അത് കേട്ട് അവിടെ കൂടി രാജാക്കന്മാരാരും സാധു എന്നും അസാധു എന്നോ ശരിയെന്നോ തെറ്റെന്നോ പറയാൻ നിവൃത്തിയില്ലാതെ അവർ മൗനം പാലിച്ചപ്പോൾ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് വികർണൻ കൂടുതൽ ക്രോധത്തോടുകൂടി പറഞ്ഞു, അല്ലെങ്കിൽ രാജാക്കന്മാരെ, നിങ്ങളാരും തീരുമാനങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം ഇതാ ഇവിടെ പറയാം. രാജാക്കന്മാർക്ക് 4 തരം വ്യസനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മൃഗയ, പാനം, അക്ഷങ്ങൾ, ഗ്രാമ്യസുഖത്തിലുള്ള അത്യാസക്തി. അതായത് നായാട്ട്, മദ്യപാനം, ചൂതുകളി, പിന്നെ വളരെ നികൃഷ്ടമായ സുഖങ്ങൾ. ഗ്രാമ്യസുഖങ്ങൾ എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള സുഖം, അതിനു വേണ്ടിയിട്ട് ഉള്ള അത്യാസക്തി. ഇത് 4 രാജാക്കന്മാർക്ക് വ്യസനമാണ്, ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ അതിൽ പെടാതെ സൂക്ഷിക്കണം. പക്ഷേ എന്ന് വെച്ച് ഏതെങ്കിലും ആൾ അവരെ ബലമായിട്ടും പ്രലോഭിപ്പിച്ചും പല അനുനയങ്ങൾ കൊണ്ടും അവരെ ഇത്തരം വ്യസനങ്ങളിലേക്ക് പിടിച്ച് വീഴ്ത്താൻ പാടില്ല. ഇവിടെ സംഭവിച്ചത് യുധിഷ്ഠിരനെ കളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. സ്വയം പണയം വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. സ്വയം പണയം വെച്ച് ദാസനായ ആളിനെ കൊണ്ട് സ്വന്തം പത്നിയെയും പണയം വെപ്പിച്ചു. ഇതൊക്കെ തന്നെ ശകുനിയും മറ്റും ചെയ്ത തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാഞ്ചാലിക്ക് ദാസ്യം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വികർണൻ പറഞ്ഞപ്പോൾ ആ കൂടി നിന്ന രാജാക്കന്മാരൊക്കെ പെട്ടെന്ന് തന്നെ വികർണനെ പ്രശംസിക്കുകയും ശകുനിയെ അതിശക്തമായി അവരൊക്കെ നിന്ദിക്കുകയും ചെയ്തു. അങ്ങനെ സദസ്സിൽ വലിയ ഘോഷമുണ്ടായി, ശബ്ദഘോഷമുണ്ടായി. ആ ശബ്ദഘോഷം കേട്ട സമയത്ത്, ആ ശബ്ദഘോഷം നിന്ന സമയത്ത് രാധാപുത്രനായ കർണൻ തസ്മിൻ ഉപരത്തെ ശബ്ദേ രാധേയ ക്രോധമൂർച്ഛിത പ്രഗൃഹ്യ രുചിരം ബാഹും ഇതം വചനമബ്രവീത്. തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ക്രുദ്ധനായിട്ട്, അങ്ങേറ്റം ക്രുദ്ധനായിട്ട് കർണൻ ഇതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ്. കർണൻ എന്താണ് ഇതിൽ കാര്യം? കർണൻ അംഗരാജ്യത്തെ രാജാവാണ്. അദ്ദേഹത്തിന് ഇവിടെ കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും തൻ്റെ സുഹൃത്തായ ദുര്യോധനന് പ്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിക്രൂരമായ വാക്കുകൾ പറയുകയാണ്. വികർണൻ്റെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വികർണ, ലോകത്ത് ഒരുപാട് വൈകൃതങ്ങൾ നമ്മൾ കാണാറുണ്ട്. നീയും അതിൽ പെട്ടതാണ്. സ്വന്തം കുലത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ആളാണ് നീ. അരണിയിൽ നിന്ന് കടഞ്ഞ അഗ്നി ഉണ്ടാകും. ആ അഗ്നി അരണിയെ തന്നെ കത്തിച്ച് കളയുന്നത് പോലെ നീ സ്വന്തം കുലത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ പശുക്കൾ അവർക്ക് തിന്നാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന പുല്ല് അവർ കാലുകൊണ്ട് ചവിട്ടി വൃത്തികേടാക്കും. അതുപോലെ നീ സ്വന്തം കുലത്തോട് കൃതജ്ഞത കാണിക്കുകയാണ്. ഇവിടെ ദ്രോണർ, ഭീഷ്മർ, കൃപർ, വിതുരർ മുതലായ ആളുകളുണ്ട്, പണ്ഡിതന്മാരായ ആളുകൾ. അവർ നിന്നേക്കാളും ബുദ്ധി കുറഞ്ഞവരാണ്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഇവിടെയുണ്ട്. അവർ നിന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരാണ്. അവരൊന്നും പറയാത്ത കാര്യം നീ ഇവിടെ ഒരു ബാലൻ, ബുദ്ധിശൂന്യനായ നീ ഇവിടെ അവരെ അതിക്രമിച്ചുകൊണ്ട് പറയുന്നത് എത്രമാത്രം ശരിയാണ്? നീ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? യുധിഷ്ഠിരൻ സർവസ്വം പണയം വെച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞ ആ സർവസ്വം എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ പാഞ്ചാലിയും അടങ്ങിയിട്ടുണ്ട്. അത് യുധിഷ്ഠിരനും സമ്മതിച്ചു, പാണ്ഡവന്മാരും സമ്മതിച്ചു. പിന്നെ നീ മാത്രം എന്താണ് സമ്മതിക്കാത്തത്? പാഞ്ചാലിയുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. നീ കല്യാണി എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്നുള്ളതാണ് നമ്മുടെ നിയമം, ലോകത്തിലുള്ള നിയമം. പക്ഷേ ഇവൾ പല പുരുഷന്മാർക്ക് വശങ്കതയായതിനാൽ ഇവൾ ബന്ധകിയാണ്, ഇവളൊരു കുലടയാണ്, വേശ്യയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് അവൾ ഏകവസ്ത്രയോ വ്യവസ്ത്രയോ ആയിക്കൊള്ളട്ടെ, സഭയിൽ അവളെ പിടിച്ചു കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവൾക്ക് വസ്ത്രം ആവശ്യമില്ല എന്ന് പറഞ്ഞ് കർണൻ, ആരാണ് കർണൻ? കർണൻ ഇവിടെ വാസ്തവ അധികാരമില്ലെങ്കിൽ പോലും താൻ അധികാരിയാണ് എന്ന ഭാവത്തിൽ പാഞ്ചാലി എന്ന് പറയുന്ന നിസ്സഹായയായ സ്ത്രീയെ അവിടെ വലിച്ചിഴച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടിയിട്ടും ആജ്ഞാപിക്കുന്ന കർണനെ നമുക്കിവിടെ കാണാം. കർണനെ അനുകൂലിക്കുന്നവരും കർണനെ ദാനിയായിട്ടും ധർമ്മിഷ്ഠനായിട്ടും പുകഴ്ത്തുന്നവരായ ധാരാളം ആളുകളെ ഇന്ന് നമ്മൾ കാണുന്നു. വാസ്തവത്തിൽ അവർ കർണനെ പിന്തുണച്ചുകൊണ്ട് ഒരു കഥാപാത്രമായിരിക്കാം, ചരിത്ര പുരുഷനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാവ്യത്തിലെ കഥാപാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇതിഹാസപാത്രമായിരിക്കാം, അല്ലെങ്കിൽ കെട്ടുകഥയായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ചുകൊള്ളൂ. പക്ഷേ കർണൻ എന്ന കഥാപാത്രം ഇവിടെ ചെയ്യുന്ന ദുശാസനും കർണനും ശകുനിയും ദുര്യോധനും ചെയ്യുന്ന ഒരു നിസ്സഹായ ദീനയായ സ്ത്രീയെ വലിച്ചിഴച്ച് കൊണ്ടുവരിക, മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവരിക, അവളെ വസ്ത്രഹീനയാക്കി മാറ്റുക, അവളെ തുണി അഴിച്ച് വാങ്ങുക എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഭർത്താവ് പണയം വെച്ച, ഭർത്താവ് നഷ്ടപ്പെട്ട, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ ആണെങ്കിൽ പോലും തെരുവിലൂടെ വലിച്ചിഴച്ച് അവർ ബലാത്കാരം ചെയ്യപ്പെടേണ്ടവരാണോ?
അവർ വസ്ത്രം അഴിക്കപ്പെടേണ്ടവരാണോ, അപമാനിക്കപ്പെടേണ്ടവരാണോ അനാഥരായ സ്ത്രീകൾ? അങ്ങനെയാണോ ഈ കർണനെയും ദുശാസനെയും ധാർമ്മികന്മാരായിട്ട് വാഴ്ത്തുന്ന ഇന്നത്തെ പുരോഗമനവാദിയുടെ വേഷം ധരിച്ചു വരുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ബലാത്കാരങ്ങളെ ന്യായീകരിക്കുന്നവരാണോ? സ്ത്രീകളെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് തുണിയഴിച്ച് പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്നതിനെ നിങ്ങൾ പിന്തുണക്കുകയാണോ? എന്താണ് നിങ്ങളുടെ കർണഭക്തിയുടെ, നിങ്ങളുടെ ദുര്യോധന ഭക്തിയുടെ അർത്ഥം എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾ കാട്ടാള സംസ്കാരത്തെ വിശ്വസിക്കുന്നവരാണ്. ഒരുപക്ഷെ കാട്ടാളന്മാർ പോലും അപമാനിതരാകും അങ്ങനെ പറഞ്ഞാൽ. നിങ്ങൾ ആ കാട്ടാളത്വത്തെ അംഗീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് ഒരു ഇതിനോടനുബന്ധമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഏതായാലും കർണനാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് വേണ്ടിയിട്ട് ആജ്ഞ കൊടുത്തത്. ഈ ആജ്ഞ കേട്ടിട്ട് പാണ്ഡവർ അവർ സ്വമേധയാ തന്നെ തങ്ങളുടെ മേൽവസ്ത്രത്തെ അഴിച്ചു, ഒത്തിരിയും അഴിച്ച് താഴെ വെച്ച് അവർ സഭയിലിരിക്കുകയാണ്. പറഞ്ഞതിന് മുമ്പേ തന്നെ അവരനുസരിച്ചു. ദുശാസനാകട്ടെ പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നിസ്സഹായയായ പാഞ്ചാലി എന്ത് ചെയ്യണം? ആ പാഞ്ചാലി ഭഗവാനെ തന്നെ സമാശ്രയിക്കുകയാണ്. ആകൃഷ്യമാണേ വസനേ ദ്രൗപദ്യാ ചിന്തിതോ ഹരി. തൻ്റെ വസ്ത്രം വലിച്ച് അഴിക്കുമ്പോൾ ദ്രൗപദിയാൽ സാക്ഷാൽ ഹരി ശ്രീകൃഷ്ണ ഭഗവാനെ പാഞ്ചാലി സ്മരിച്ചു എന്നാണ്. പാഞ്ചാലി ഉറക്കെ വിളിച്ചു കരഞ്ഞു എന്നൊക്കെ ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്, പ്രഭാഷകർ പറയാറുണ്ട്. പക്ഷേ ദ്രൗപദി ആ ശ്രീകൃഷ്ണ ഭഗവാനെ ദ്രൗപദ്യാഹ ചിന്തിതോ ഹരിഹി, ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ദ്രൗപദി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കരഞ്ഞു എന്നാണ്. ഇവിടെ ദ്രൗപദി ഒരു ശാസ്ത്രവാക്യത്തെ ഓർത്ത കാര്യം പറയുന്നുണ്ട്. ജ്ഞാതാമയാ വസിഷ്ഠേന പുരാഗീതം മഹാത്മന മഹത്യാപതി സംപ്രാപ്തേ സ്മർത്തവ്യോ ഭഗവാൻ ഹരി. പണ്ടേ തന്നെ വസിഷ്ഠൻ ഒരു ഗീതം പാടിയിട്ടുണ്ട്. എന്താണ്? മഹത്തായ വലിയ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ ഭഗവാൻ ഹരിയെ സ്മരിക്കുകയാണ് വേണ്ടത് എന്ന ശാസ്ത്രവാക്യം എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പാഞ്ചാലി പറഞ്ഞ് ഉടനെ എന്ത് ചെയ്തു? ഗോവിന്ദ ദ്വാരകാവാസിൻ കൃഷ്ണ ഗോപീജനപ്രിയ കൗരവൈഹി പരിഭൂതാമാം കിം ന ജാനാസി കേശവ. ഹേ ഗോവിന്ദ, ഗോക്കളെ പാലിക്കുന്നവനെ, ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവനെ, ഭൂമിയെ പാലിക്കുന്നവനെ, വേദങ്ങളെ രക്ഷിക്കുന്നവനെ, ഇങ്ങനെ നാനാർത്ഥമുള്ള ശബ്ദമാണ് ഗോവിന്ദ ശബ്ദം. ദ്വാരകയിൽ വസിക്കുന്നവനാണ്, ദൂരെയാണ്, എങ്കിലും ആ ദ്വാരകയിലേക്ക് സ്വന്തം ആളുകളെ നിമിഷനേരം കൊണ്ട് എത്തിക്കാൻ കാണിച്ച അങ്ങയുടെ ആ മായാവൈഭവം എവിടെ? ഈ കൗരവന്മാരാൽ പരാജിതയായിട്ട് വിലപിക്കുന്ന എൻ്റെ ദുഃഖത്തെ അങ്ങ് എന്താണ് കാണാത്തത്? തുടർന്ന് പാഞ്ചാലി പറയുന്നു, ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥ അത്തിനാശന കൗരവർണവമഗ്നാമാം ഉദ്ധരസ്വജനാർദ്ദന. സാക്ഷാൽ ഗോപികമാർ ശ്രീകൃഷ്ണ വിരഹത്തിൽ കരഞ്ഞുകൊണ്ട് വിളിച്ച നാമമാണ് ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥ അർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജനാർണവാൽ. ഗോപികമാരുടെ ആ കരുണാപൂർണമായിട്ടുള്ള ദീനമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ സ്മരണ, ശ്രീകൃഷ്ണ നാമ ഘോഷം, അതാണ് ദ്രൗപദി ദേവി ഇവിടെ മനസ്സുകൊണ്ട് ചെയ്യുന്നത്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ കുരുമധ്യേ വസീതതീം. ഈ കുരുക്കളുടെ മധ്യത്തിൽ ദുഃഖിക്കുന്നവളായ എന്നെ വിശ്വാത്മാവായിരിക്കുന്ന വിശ്വഭാവനായിരിക്കുന്ന അങ്ങിതാ വന്ന് രക്ഷിക്കണേ എന്ന് ഭഗവാനോട് കേണപേക്ഷിക്കുകയാണ് ദ്രൗപദി തൻ്റെ മനസ്സുകൊണ്ട്. ഇത്യനുസ്മൃത്യ കൃഷ്ണം സാ ഹരിം ത്രിഭുവനേശ്വരം. ത്രിഭുവനേശ്വരനായ ശ്രീകൃഷ്ണനെ ദ്രൗപദി ദേവി അനുസ്മരിച്ചു. പ്രാരുത ദുഃഖിതാ രാജൻ മുഖമാച്ഛാദ്യ ഭാമിനി. തൻ്റെ മുഖം രണ്ട് കൈകൊണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് ദ്രൗപദി ഈ രീതിയിൽ ഉറക്കെ കരയുകയും ഭഗവാൻ കൃഷ്ണനെ, വിശ്വാത്മാവായ കൃഷ്ണനെ സ്മരിക്കുകയും ചെയ്തു. ആ ദ്രൗപദിയുടെ ദുഃഖപൂരിതമായ വാക്കുകളെ കേട്ടിട്ട് ധർമ്മരക്ഷകനായ ധർമ്മഗോപ്താവായിട്ടുള്ള ധർമ്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് അടങ്ങിയിരിക്കാൻ സാധിക്കുമോ എന്നാണ് വ്യാസൻ ചോദിക്കുന്നത്. യാജ്ഞസേന്യാ വചശ്രുത്വാ കൃഷ്ണോ ഗഹ്വരിതോ ഭവൽ. യാജ്ഞസേനിയുടെ പാഞ്ചാലിയുടെ ആ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ എന്ത് സംഭവിച്ചു? കൃഷ്ണോ ഗഹ്വരിതോ ഭവൽ. ഗഹ്വരിത എന്ന വാക്കിന് മഹാഭാരത വ്യാഖ്യാതാവായിട്ടുള്ള നീലകണ്ഠാചാര്യൻ പറയുന്നു, കരുണാതിശയാത് ഗദ്ഗതകണ്ഠ. കാരുണ്യം കൊണ്ട് തൊണ്ട ഇടറിയവനായി മാറിയെന്നാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാന് പെറ്റു വീണോരു നേരത്തും കേണുപോകാത്ത ധൈര്യവാനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ജനിച്ച സമയത്ത് പോലും കരയാത്ത ശ്രീകൃഷ്ണൻ പാഞ്ചാലിയുടെ ഈ ദീനമായ ആ വിലാപം കേട്ടിട്ട്, ആ ആഹ്വാനം കേട്ടിട്ട്, നാമ സങ്കീർത്തനം കേട്ടിട്ട് ഭഗവാന്റെ തൊണ്ടയിടറി ഭഗവാൻ ഗഹ്വരിതനായി ഗദ്ഗത നിരുദ്ധകണ്ഠനായിട്ട് മാറി. കൃപാലുഹു കൃപയാഭ്യഗാത്. ഭഗവാൻ തെക്വാ ശയ്യാസനം പദ്ഭ്യാം. തൻ്റെ ശയ്യയും ആസനവും വിട്ട് കാലുകൊണ്ട് ഭഗവാൻ കൃപയോടെ അവിടെ വന്നു എന്നാണ്.
എന്താണ് ഭഗവാൻ ഈ പദ്ഭ്യാം? ഭഗവാന്റെ കാലുകൾ, ധർമ്മസ്വരൂപനായ ഭഗവാന് ധർമ്മത്തിന് 4 കാലുകളുണ്ട് എന്ന് പുരാണ പ്രസിദ്ധമാണ്. ആ 4 കാലുകൾ, അതായത് ധർമ്മസ്വരൂപനായ ഭഗവാനാണ് ഇവിടെ അന്തരിതനായിട്ട് ആർക്കും കാണാൻ സാധിക്കാത്ത രൂപത്തിൽ അവിടെ വന്നു ചേർന്നത് എന്നാണ്. കൃഷ്ണം ച ജിഷ്ണും ച ഹരിം നരം ച ത്രാണായ വിക്രോശതി യാജ്ഞസേനി തതസ്തു ധർമ്മോന്തരതോ മഹാത്മാ സമാവൃണോദ്വൈ വിവിധൈ സ്വവസ്ത്രൈ. കൃഷ്ണനെയും ഹരിയെയും നരനെയും നരനാരായണന്മാരെയും വിളിച്ച് കരയുന്ന ആ ദ്രൗപദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധർമ്മോന്തരതോ മഹാത്മാ, ധർമ്മ ഏവ അന്തരം വസ്ത്രം തദ്ഭാവം ഗതവാൻ ഗത്വാ ച താം വസ്ത്രഭോഗൈഹി സമാവരണോച്ച എന്നാണ് നീലകണ്ഠാചാര്യൻ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ധർമ്മയേവ അന്തരം വസ്ത്രം തദ്ഭാവം ഗതവാൻ. ധർമ്മസ്വരൂപനായ ഭഗവാൻ വസ്ത്രത്തിലേക്ക് തന്നെ വന്ന് വിലയം പ്രാപിച്ചു, വസ്ത്രസ്വരൂപിയായിട്ട് മാറി വസ്ത്രരൂപം കൈക്കൊണ്ട് ദ്രൗപദിയുടെ ശരീരത്തെ ആച്ഛാദനം ചെയ്തു എന്നുള്ളതാണ്. ഭഗവാൻ അങ്ങനെ വിചിത്രമായ വിശേഷമായ ഒരു അവതാരം എടുക്കുകയാണ്. ദ്രൗപദി വസ്ത്രമായിട്ട് ഭഗവാൻ മാറി ദ്രൗപദിയുടെ ആ അഭിമാനത്തെ രക്ഷിച്ചു, ദ്രൗപദിയുടെ ശരീരത്തെ മറച്ചു. ആകൃഷ്യമാണേ വസനേ ദ്രൗപദ്യാസ്തു വിശാംപതേ തദ്രൂപം അപരം വസ്ത്രം പ്രാദുരാസീതനേകശ. ദുശ്ശാസനൻ ദ്രൗപദിയുടെ ഓരോ വസ്ത്രം അഴിച്ചു കഴിയുമ്പോഴേക്കും അതേപോലെ മറ്റൊരു വസ്ത്രം അവിടെ പകരമായിട്ട് കാണുന്നു. അനേകശ, അനേകം വസ്ത്രങ്ങൾ ഇങ്ങനെ അഴിക്കുന്തോറും അതിൽ വർദ്ധിച്ചു വന്നു. നാനാരാഗവിരാഗാണീ വസനാന്യഥ വൈ പ്രഭോ പ്രാദുർഭവതി ശതശോ ധർമ്മസ്യ പരിപാലനാത്. അഴിക്കുന്തോറും പുതിയ നിറങ്ങളിലുള്ള പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും നിറമില്ലാത്തതും വെളുത്തതുമായ വസ്ത്രങ്ങളും ഒക്കെ തന്നെ അതിൽ മാറി പ്രത്യക്ഷപ്പെട്ടപ്പോൾ വ്യാസൻ പറയുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ 100 കണക്കിന് വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായി? ധർമ്മസ്യ പരിപാലനാത്. ഈ പാണ്ഡവശ്രേഷ്ഠന്മാർ ധർമ്മത്തെയാണ് പരിപാലിച്ചത്. ഏത് കാലത്തും ധർമ്മത്തെ വിടാതെ, ധർമ്മത്തെ ഉപേക്ഷിക്കാതെ പ്രാണൻ പോകുമ്പോഴും അതാണ് ധർമ്മം ഒരിക്കലും വിടാൻ പാടില്ല എന്നാണ്. ജീവൻ അപായത്തിൽ ആകുന്ന സമയത്ത് പോലും ധർമ്മം വിടാൻ പാടില്ല. നയാതു കാമാന്ന ഭയാത് ന ലോഭാത് ധർമ്മം ത്യജേത് ജീവിതസ്യാപി ഹേതോഹോ. ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടായാലും അർത്ഥത്തിന് വേണ്ടിയിട്ടായാലും കാമത്തിന് വേണ്ടിയിട്ടായാലും ധർമ്മത്തെ വിടാൻ പാടില്ല എന്നുള്ളത് മഹാഭാരതത്തിൻ്റെ അനശ്വരമായ വാക്യമാണ്, വ്യാസവാക്യമാണ്. ധർമ്മോ നിത്യ എന്നാണ് ഭഗവാൻ വ്യാസൻ പറയുന്നത്. ധർമ്മം നിത്യമാണ്, അതിനെ വിട്ടുകളയരുത്. അത് പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു. ആ ധർമ്മത്തെ മുറുകെ പിടിച്ച ആ ധർമ്മപരിപാലനത്തിൻ്റെ ശക്തി കൊണ്ടാണ് അവിടെ ശ്രീകൃഷ്ണന് വസ്ത്രരൂപത്തിൽ ധർമ്മരൂപത്തിൽ അവിടെ വരാൻ വേണ്ടിയിട്ട് നിർബന്ധിതനായത് എന്നാണ്. അങ്ങനെ ദ്രൗപദിയുടെ ആ മാനത്തെ രക്ഷിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ആർത്തത്രാണപരായണനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ സഭയിൽ ആർക്കും കാണാതെ അദൃശ്യനായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. ആർക്കും മനസ്സിലായില്ല ഭഗവാനാണ് പാഞ്ചാലിയെ രക്ഷിക്കുന്നത് എന്ന്.